ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. നമുക്ക് ഒരുപാട് മന്ത്രിമാരും ഭരണകർത്താക്കളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുകിട്ടാൻ പറ്റുമോ? ഇഫ് ഇറ്റ് പോസിബിൾ, യെസ് ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല. അതിനൊരു ചെറിയ ടെക്നിക്ക് വേണം. ഇന്ന് ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരു രാജ്യത്ത് പണ്ട് നടന്ന സംഭവമാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് എല്ലാവർക്കും പൊതുവേ നല്ല അഭിപ്രായമുള്ള രാജാവാണ്. അവിടെ അരിക്കച്ചവടക്കാർ 1 കിലോ അരിക്ക് 10 രൂപ വെച്ചാണ് വിറ്റുകൊണ്ടിരുന്നത്. അവരിത് കുറേ കാലമായി 10 രൂപയ്ക്ക് വിൽക്കുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി 10 രൂപയ്ക്ക് വിറ്റാൽ വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 രൂപയെങ്കിലും കൂടുതൽ വാങ്ങണമെന്ന് തോന്നി. പക്ഷേ ആ രാജ്യത്തൊരു പ്രത്യേക നിയമമുണ്ട്. അവശ്യ വസ്തുക്കളുടെ വില കൂട്ടണമെങ്കിൽ രാജാവിൻ്റെ പെർമിഷൻ വാങ്ങണം. അങ്ങനെ അരി വ്യാപാരികളെല്ലാം കൂടി തീരുമാനിച്ചു രാജാവിനെ മുഖം കാണിക്കാൻ. അവർ കുറേ സാധനങ്ങൾ, പ്രസൻറ്റേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് രാജാവിനെ കാണാൻ പോയി. രാജാവിൻ്റെ അടുത്ത് അവരത് പറഞ്ഞു, ഇങ്ങനെ 10 രൂപയ്ക്ക് അരി വിറ്റാൽ വലിയ ലാഭം കിട്ടുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 2 രൂപയെങ്കിലും കൂട്ടി വിൽക്കാനുള്ള പെർമിഷൻ വേണം. ഉടനെ രാജാവ് പറഞ്ഞു, എന്തിന് 2 രൂപ? നിങ്ങൾ 30 രൂപയ്ക്ക് വിറ്റോളൂ. വ്യാപാരികൾ അതിശയപ്പെട്ടു, 30 രൂപക്കോ? 10 രൂപയ്ക്ക് വിറ്റിരുന്നത് 30 രൂപക്കോ? അപ്പോൾ നാട്ടുകാർ ബഹളം വെക്കുകയില്ലേ? രാജാവ് പറഞ്ഞു, അത് ഞാൻ നോക്കിക്കോളാം. നാളെ മുതൽ ഒരു ബോർഡ് വെക്കൂ, അരിക്ക് 30 രൂപ വിറ്റോളുന്നത്. പിറ്റേ ദിവസം മുതൽ വ്യാപാരികൾ 30 രൂപയ്ക്ക് വിറ്റു. നാട്ടുകാരാകെ ബുദ്ധിമുട്ടിലായി. 30 രൂപയ്ക്ക് വാങ്ങിക്കാൻ പലർക്കും കഴിവില്ല. അവരാകെ വിഷമത്തിലായി, പലരും ബുദ്ധിമുട്ടിലായി, പട്ടിണിയായി. അങ്ങനെ അവരുടെ ഗ്രാമസഭ കൂടി ഒരു തീരുമാനമെടുത്തു. രാജാവിനെ കണ്ടിട്ട് ഇത് പറയണം, വില കുറക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെ എല്ലാവരും കൂടി ഒരു ദിവസം ജാഥയായിട്ട് കൊട്ടാരത്തിൽ ചെന്നു രാജാവിനെ കണ്ട് പരാതി പറഞ്ഞു, 30 രൂപയ്ക്ക് അരി വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്കുള്ള പൈസയൊന്നുമില്ല. രാജാവ് ഉടനെ പറഞ്ഞ്, ശരി നോക്കാം നമുക്കെന്ന് പറഞ്ഞ് പട്ടാളക്കാരെ വിട്ട് വ്യാപാരികളെ വിളിക്കാൻ പറഞ്ഞു. വ്യാപാരികളെ വിളിച്ചു കൊണ്ടുവന്നു. രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി, നാളെ മുതൽ പകുതി വിലക്ക് അരി വിറ്റോളണം. അത് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ 24 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണം. ജനങ്ങൾ കൈയടിച്ചു, എത്ര നല്ല രാജാവ്, പകുതി വിലക്ക് അരി വിൽക്കണമെന്ന് പറഞ്ഞത്. വ്യാപാരികൾ ആലോചിച്ച് ഉടനെ അവർ പറഞ്ഞു, നാളെ തൊട്ട് പകുതി വിലക്ക് അരി വിൽക്കാം. നാട്ടുകാർ മുഴുവനും സന്തോഷമായി. രാജാക്ക് ജയ് വിളിച്ചു. രാജാവ് നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി അവർ പിരിഞ്ഞുപോയി. വ്യാപാരികൾക്കും വളരെ സന്തോഷമായി. അവർ 2 രൂപയാണ് കൂട്ടാൻ പറഞ്ഞത്. 30 രൂപയുടെ പകുതി വില എന്ന് പറഞ്ഞാൽ 15 രൂപ. ഇനി 15 രൂപയ്ക്ക് സുഖമായി അരി വിൽക്കാം. അവരും സന്തോഷമായി, നാട്ടുകാരും സന്തോഷമായി, വ്യാപാരികളും സന്തോഷമായി. അവരുടെ സന്തോഷം കണ്ടപ്പോൾ രാജാവിനും സന്തോഷമായി. ഇങ്ങനെ നാട്ടുകാരെ വിഡ്ഢികളാക്കി മുതലെടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ കിട്ടുക, എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുക. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ടോ അഴിമതിയില്ലാതെ ആയിട്ടോ വർക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരില്ല. പക്ഷെ ഇതുപോലെ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്വാധീനിക്കാൻ സാധിക്കും. വിഡ്ഢികളായ നാട്ടുകാർ അതിനെപ്പറ്റി ആലോചിച്ചില്ല. അവർ 10 രൂപയ്ക്ക് വാങ്ങിയിരുന്നത് ഇനി 15 രൂപയ്ക്കാണ് വാങ്ങേണ്ടത്. പക്ഷെ രാജാവ് ഒറ്റയടിക്ക് പകുതി വിലക്ക് വിറ്റോണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരാകെ, ഇത്രയും തന്നെ രാജാവോ, ഒരു ദിവസം കൊണ്ട് പകുതി വിലക്ക് അരി വിൽക്കാൻ പറഞ്ഞു. രാജാവിനെ ജയ് വിളിച്ചു ഉടനെ അവർ തിരിച്ചു പോയല്ലോ. ഇതാണ് കൂട്ടുകാരെ ഇന്നത്തെയും എന്നത്തെയും നമ്മുടെ സ്ഥിതി. ഇതുപോലെയാണ് ചില നേതാക്കൾ നമ്മളെ മുതലെടുക്കുന്നത്. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല.
താങ്ക് യു വെരി മച്ച്.